ഇതിപ്പോ ഇങ്ങനെ വാറന്റി നമ്മൾ ക്ലെയിം ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്കാണ്. നമ്മൾ JBL ക്യാഷ് നെഹിയാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബോട്ടിൻ്റെ ഒരു പാർട്ടി പാൽ സ്പീക്കർ ഇട്ടായിരുന്നു ഒരു വീഡിയോ. അതിൻ്റെ അകത്ത് ഭയങ്കര കമൻസ് ആയിരുന്നു, എങ്ങനെ യൂസേജ് ഒക്കെ എങ്ങനെയാണ്, സ്പീക്കർ നല്ല സൗണ്ട് ഉണ്ടോ, ചാർജൊക്കെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു. നമുക്ക് ഇവർക്കുള്ള ആൻസറും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് യൂസേജുള്ള എക്സ്പീരിയൻസും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടി പാൽ സ്പീക്കർ. അപ്പോൾ മേടിച്ചിട്ടൊരു 7 months ആയി. അപ്പോൾ യൂസേജൊക്കെ പറയാനൊക്കെയല്ല, അടിപൊളി യൂസേജ് തന്നെയായിരുന്നു. നന്നായി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് ആൾക്കാരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് നമുക്ക് ഇവിടെ നിർത്തി വെച്ചേക്കാം. ഇത് ഓണാക്കി കൂടെ കാണിച്ചു തരാം, കാണാത്തൊരു കണ്ടോളൂ. അപ്പം നമുക്ക് കമൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന കമൻറ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് എക്സ്ട്രാ ടൈം ചാർജ് ചെയ്യാൻ വെക്കണം എന്നാണ് ചോദിക്കുന്നവർ. അപ്പോൾ ആ ഒരു ഫസ്റ്റിന് മേടിക്കുന്ന ഒരു 4 to 6 hours ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ കുറച്ചും കൂടെ ബാറ്ററി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് വരുന്ന ഒരു 7 to 9K ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നമ്മുടെ ഈ ബോട്ടിൻ്റെ പ്രൈസ്. ഓഫറിലൊക്കെ ആകുമ്പോൾ കുറച്ച് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓഫറിൽ മേടിക്കുന്നതിന് കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മേടിക്കുമ്പോൾ 120 വാട്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറേ പ്രൈസ് ചേഞ്ചസും വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ കുറച്ചും കൂടെ നല്ല സ്പീക്കർ കിട്ടാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് മൈക്ക് കണക്ഷൻ ഒന്ന് മാത്രമാണോ എന്ന്. അതെ, ഒരു മൈക്ക് കണക്ഷനേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ ക്യാൻ യു സ്പീക്ക് ഇൻ ഹിന്ദി, മലയാളം പറയുന്നതേ എല്ലാവരും കമൻറ്റിൽ ഭയങ്കര പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നാക്കിന് ചെറിയ പ്രോബ്ലം കൊണ്ടാണ്. പിന്നെ ഹിന്ദി കൂടെ പറഞ്ഞറിയണ്ടല്ലോ. ഇതിലൊരു കമൻറ്റ് വരുന്നത് JBL ആണ് ബെറ്റർ, ദിസ് ബാസ് നെഹിയോ എന്ന്. പക്ഷെ നമുക്ക് JBL ക്യാഷ് നെഹിയാണ്, അതുകൊണ്ട് തന്നെ ബോട്ട് നമുക്ക് സൂപ്പറാണ്. ഈ ഒരു 120 വാട്ട് നമുക്ക് മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 15,000 വേണ്ട വരും. അതിനുള്ള ക്യാഷും നമുക്കില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നൊരു കമൻറ്റാണ് ബോട്ട് 90% ബ്ലൂടൂത്ത് സ്പീക്കറിന് റിമോട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ട്, നമുക്കത് വലിയ യൂസേജ് ഒന്നും ഇല്ല. ഓരോ പ്രാവശ്യം മോഡ് മാറ്റുന്നത് നമ്മൾ സ്പീക്കറിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. കമ്പനി 95% ബ്ലൂടൂത്ത് സ്പീക്കറും റിമോട്ടും ഉണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്, സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും. ബോട്ടിനുണ്ട്, ഇല്ലാത്തതുണ്ട്, ഉള്ളതുമുണ്ട്. നമ്മൾ മേടിച്ചത് ഉള്ളതാണ്, പക്ഷെ നമുക്കത് വലിയ യൂസൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വന്നൊരു കമൻറ്റാണ് നമുക്ക് റെക്കോർഡിംഗ് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റെക്കോർഡിംഗ് ഫംഗ്ഷനൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വേണവർ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നോക്കി മേടിച്ചോളണം. ഇതിലില്ല കേട്ടോ, നമ്മുടെ ബോട്ടിലില്ല അത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്നൊരു കമൻറ്റാണ് ആമസോൺ ലോക തട്ടിപ്പാണ്, മേടിച്ച് കഴിയുമ്പോൾ കളിപ്പിക്കാൻ മനസ്സിലാവണം. അപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഒരു വേൾഡ് വൈഡ് ആയ ഒരു e-commerce ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തട്ടിപ്പ് ഉണ്ടാവാം, നമുക്കറിയില്ല. നമുക്കിതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ബോട്ടിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട്, കാരണം കമ്പനി സാധനമാണ്. അതുപോലെ തന്നെ വാറൻറ്റിയും സർവീസ് എല്ലാം പ്രൊവൈഡ് ഉണ്ട്. അങ്ങനെ തട്ടിപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. കാരണം അങ്ങനെ പറയാനൊരു കാരണം കൂടി ഉണ്ട്. നമ്മളൊന്ന് സർവീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ് നമ്മൾ ലാസ്റ്റ് ഇതിൽ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നൊരു കമൻറ്റാണ് ബാറ്ററി ബാക്കപ്പ് എത്ര കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു 4 to 5 കിട്ടും. പിന്നെ ലിങ്ക് ഇടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞത്. ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നല്ലതാണ് ബോട്ടിൻ്റെ പൊതുവെ. ഇനി എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പറയാം. ഇത് നമ്മുടെ യൂസ് ചെയ്തുള്ള നമുക്ക് ഏറ്റവും ഒരു ഫോൾട്ട് തോന്നിയത് മൈക്ക് വയർലെസ് അല്ലാന്ന് മാത്രമേ തോന്നിയുള്ളൂ. പിന്നെ സ്വിച്ചും കുറച്ച് നമ്മുടെ ഓൺ ബട്ടൺ മാത്രം ഒരു പഴമയുള്ള പോലെ തോന്നി. വേറൊക്കെ നല്ലതായിരുന്നു, ബാസ് സൗണ്ടും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ മെയിൻലി നമ്മുടെ കളറും അടിപൊളിയാണ് യൂസ് ചെയ്ത്. അപ്പോൾ വാറണ്ടി നമ്മൾ സർവീസ് ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഒരു ദിവസം ഫുള്ളും ഇതൊന്ന് ചാർജ് ചെയ്തിട്ടു. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, പാട്ട് വരുമ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്നുണ്ട്. പിന്നെ ഓൺ ചെയ്യുമ്പോൾ ബാറ്ററി ഒന്നും കുറയുന്നില്ല. പിന്നെ നമ്മളൊന്ന് ഓൺ ചെയ്യണം, പിന്നെ അങ്ങനെ ഓഫ് ആവുന്നുണ്ടാകും. നമ്മളൊന്ന് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സർവീസ് കഴിയാനുമായി. അപ്പോൾ അതിൻ്റെ നമ്മളൊന്ന് സർവീസ് ചെയ്തപ്പോൾ ഒരു ബാറ്ററി ഒന്ന് മാറ്റിയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ബാറ്ററി മാറ്റിയപ്പോൾ തന്നെ കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം സർവീസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ആയി. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. വീക്കിലി നമ്മൾ 2 ദിവസമൊക്കെ ശനിയും ഞായറൊക്കെ നന്നായി യൂസ് ചെയ്യുന്നതാണ് സ്പീക്കർ അധികം. ഇപ്പം നല്ലതായിട്ട് യൂസ് ആവുന്നുണ്ട്. അങ്ങനെ ഓഫ് ആവില്ല, ഇടയ്ക്ക് ഓഫ് ആവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കിതിന് കിട്ടിയൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു 5 hours ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം ഒത്തിരി വോളിയത്തിലൊന്നും വെക്കുന്നില്ല. നമ്മൾ വോളിയം വെക്കുന്നതനുസരിച്ചായിരിക്കും ബാറ്ററിയും നിൽക്കുക. ഹൈ വോളിയമൊക്കെ വെക്കുമ്പോൾ ഒരു 4 മണിക്കൂർ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ അത്രയൊന്നും വെക്കാത്തതുകൊണ്ട് 5 മണിക്കൂറൊക്കെ നമുക്ക് ബാറ്ററി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അതിൽ ക്ലിയർ ചെയ്തായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഇന്നത്തെ വീഡിയോ. ബൈ.